ഞങ്ങളുടെ ഈ കൊച്ചു ലോകത്തിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. എൻ്റെ പേര് ലജിത. ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ വിഭവങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലോകത്തിലേക്ക് പോയാലോ? ഇത് നമ്മൾ ചായ വെക്കാനാണോ പഞ്ചസാര? ഇത് ചായക്കല്ല കേട്ടോ. ഇതേ കുഞ്ഞിനിന്ന് വൈകുന്നേരത്തേക്ക് അമ്മ കപ്പപ്പൊടിയില്ലേ നമ്മളന്ന് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഇരിപ്പില്ലേ, അത് വെച്ചിട്ട് ഒരു പലഹാരം ഉണ്ടാക്കി തരാം കേട്ടോ. ഉപ്പിട്ടാ കേട്ടോ. ഇനി ഇതിലേക്ക് ഇങ്ങനെ തിളച്ച് വരുമ്പം കപ്പപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ തീ ഓഫ് ചെയ്തിട്ട് അതിങ്ങനെ കുഴച്ച് എടുക്കണം. അമ്മ, ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്നതാടാ? പറ. എല്ലാവർക്കും എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതാണോ? ഇനി നമുക്ക് ഇതിൽ ഒരെണ്ണത്തിന് കളർ കൊടുക്കാം കേട്ടോ. ഏത് കളറാ? ചുവപ്പ് കൊടുക്കാം. ചുവപ്പല്ലേ കുഞ്ഞിന് ഇഷ്ടം? എന്നിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ച് അത് വള്ളി പോലെ ആക്കി എടുക്കണം. പിങ്ക് കളർ. അതും നമ്മളെ കളറ് ചേർക്കാത്തതില്ലേ, അതും ഇതുപോലെ തന്നെ ആക്കി എടുക്കണം കേട്ടോ. അത് വേണ്ട. ഇനിയേ ഇത് രണ്ടും കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് വേവിച്ചെടുക്കണം. അപ്പൊ റെഡിയാവൂല. ഇനി കുറെ സമയം എടുക്കും. അമ്മ, ഇന്ന് ഞാൻ അവരുടെ കൂടെ അന്താക്ഷരി കളിക്കാൻ പോവാണേ. എന്നിട്ട് എപ്പോ വരും കുഞ്ഞ്? ഇതാവുമ്പോ അമ്മേനെ വിളിക്കുവോ? വിളിച്ചേക്കാട്ടോ. അപ്പൊ ഞാൻ വരാവേ. ചെറിയ ചെറിയ പീസുകളൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇത് ചിലപ്പം ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഇച്ചിരിയുടെ കപ്പപ്പൊടി തൂവിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അതുപോലെ ഒട്ടിപ്പിടിക്കാതിരുന്നോളൂ. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ കോരി ഇടുന്നത് തണുത്ത വെള്ളത്തിലേക്കാണ്. ഐസ് കട്ട ഇട്ട് തണുത്ത വെള്ളത്തിലേക്കാണ് കോരി ഇടുന്നത്. അല്ലെങ്കിൽ റണ്ണിങ് വാട്ടറിൽ കഴുകിയെടുക്കുകയാണ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ച് പോവും, പെട്ടെന്ന് അങ്ങോട്ട് കട്ടയായി പിടിച്ച് പോകും കേട്ടോ. ഇനി ഇതേ രീതിക്ക് തന്നെ ഈ കളറ് ചേർത്ത് നമ്മൾ കുഴച്ച് വെച്ചത് ഒന്ന് വേവിച്ചെടുക്കാം. ഇല്ല, ഇച്ചിരി കൂടെ ഉണ്ട്. ഞാൻ അമ്മ വിളിച്ച പോലെ തോന്നിയതാ. ഇത് പാലല്ലേ? ഇത് പാലിനകത്ത് കുറച്ച് കപ്പപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ കുറുക്കിയെടുക്കണം. ഇച്ചിരി പഞ്ചസാര ഇടണം കേട്ടോ. എന്നിട്ട് കുറുക്കി എടുക്കണം, കുറുക്ക് പോലെ. ഒത്തിരി കുറുക്കണ്ട, ചെറുതായിട്ട് ഇതുപോലെ ആക്കി എടുക്കണം. എന്ത് രസം ഇത് കാണാൻ. ജെല്ലി പോലെ തന്നെ. കഴിക്കാനും നല്ല ടേസ്റ്റാ. ഇപ്പൊ എടുക്കാട്ടോ. നമ്മൾ ആ പാലിനകത്ത് കപ്പപ്പൊടി ഇട്ട് കുറുക്കിയില്ലേ, അത് ഇങ്ങോട്ട് ഒഴിക്കും. എന്നിട്ട് പിന്നെ കോരി 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 കുടിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിൻ്റെ ചേരുവകളും അതുപോലെ തന്നെ അളവുകളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പാറൂസ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ ശനിയാഴ്ച വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി.